ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വലിയ നോമ്പിൻ്റെ 14-ാം ദിവസമായി ഇന്ന് നാം നോമ്പുകാലത്തിൻ്റെ ആത്മീയ ഗൗരവത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ ഇത് വെറും ഭക്ഷണ നിയന്ത്രണമോ ആചാരപരമായ അനുഷ്ഠാനമോ മാത്രമല്ലെന്ന് നമ്മൾ ഓർക്കണം. നോമ്പ് എന്നത് ശരീരത്തെ മാത്രം ശുദ്ധീകരിക്കുന്ന ഒന്നല്ല. അത് ഹൃദയത്തെ പുതുക്കുകയും ആത്മാവിനെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുന്ന വിശുദ്ധ യാത്രയാണ്. ഇന്നത്തെ നോമ്പുകാല ചിന്തകൾക്കായി ഞാൻ ധ്യാനിക്കുന്നത് റോമാക്കാർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനഭാഗങ്ങളാണ്. ഈ ഭാഗത്തിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്ലീഹ വിശ്വാസത്തിൻ്റെ ഫലങ്ങളും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശ്ലീഹ പറയുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിൽ ആയിരിക്കാം. നോമ്പുകാലം നമ്മെ പാപബോധത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ അതിൽ നാം നിരാശരാകേണ്ടതില്ല. കാരണം വിശ്വാസം നമ്മെ കുറ്റബോധത്തിൽ നിന്ന് മോചിപ്പിച്ച് ദൈവസമാധാനത്തിലേക്ക് നയിക്കുന്നു. ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമാധാനം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാകണം. വിശുദ്ധ പൗലോസ് പറയുന്നു, കഷ്ടത സഹനത്തെ ഉളവാക്കുന്നു, സഹനം തെളിവായ സ്വഭാവത്തെ, തെളിവായ സ്വഭാവം പ്രത്യാശയെ. നോമ്പുകാലം ചെറിയ ത്യാഗങ്ങളുടെയും സ്വയം നിയന്ത്രണത്തിൻ്റെയും കാലമാണ്. ഈ ചെറു കഷ്ടതകൾ നമ്മെ ആത്മീയമായി വളർത്തുന്നു. ജീവിതത്തിലെ വലിയ പരീക്ഷണങ്ങൾ പോലും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നോമ്പുകാലം ആത്മപരിശോധനയുടെ കാലമാണ്. ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ മാറ്റം ആവശ്യമുള്ളത് എന്ത് എന്ന ചോദ്യങ്ങൾ നമ്മൾ സ്വയം ചോദിക്കേണ്ട സമയം. പാപത്തെ തിരിച്ചറിയുകയും മനസ്സു തിരിച്ച് ദൈവത്തോട് അടുക്കുകയും ചെയ്യാനുള്ള അവസരമാണ് ഇത്. അതോടൊപ്പം നോമ്പ് കരുണയുടെ പ്രവൃത്തികളിലേക്കും നമ്മെ നയിക്കുന്നു. വിശപ്പുള്ളവന് അപ്പം കൊടുക്കുക, ദുഃഖിതനെ ആശ്വസിപ്പിക്കുക, ഒറ്റപ്പെട്ടവനെ സ്നേഹിക്കുക, ഇവയാണ് യഥാർത്ഥ നോമ്പിൻ്റെ അടയാളങ്ങൾ. നാം ഉപേക്ഷിക്കുന്ന ചെറിയ സുഖങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാകട്ടെ. നോമ്പുകാലം നമ്മെ വിനയത്തിലേക്ക് നയിക്കുന്നു. നാം ദൈവത്തോട് പൊരുത്തപ്പെടാൻ പഠിക്കണം. പ്രിയരെ, ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തിൽ ഒരു യഥാർത്ഥ മാറ്റത്തിൻ്റെ കാലമാകട്ടെ. സ്നേഹവും ക്ഷമയും വിനയവും നിറഞ്ഞ ഹൃദയങ്ങളായി നാം വളരട്ടെ. ദൈവത്തോടുള്ള അടുപ്പവും സഹോദരന്മാരോടുള്ള സ്നേഹവും വർദ്ധിക്കട്ടെ.